ആദ്യത്തെ ദുഃഖവെള്ളിയുടെ പ്രകമ്പനം കഴിഞ്ഞ് പിന്നീടുണ്ടായത് വലിയൊരു മൗനമായിരുന്നു. ഭൂമി ഇളകി, പാറകൾ പിളർന്നു, പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു. 6-ാം മണിക്കൂർ മുതൽ 9-ാം മണിക്കൂർ വരെ അന്ധകാരമായിരുന്നു. അന്ധകാരത്തിൽ നിന്നും ഉളവായ മൗനത്തെ ഭേദിക്കാൻ ആർക്കും പെട്ടെന്ന് സാധിച്ചില്ല. എന്നാൽ ഈ അന്ധകാരത്തിനിടയിലും പീലാത്തോസിൻ്റെ അരമനയിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ്. അവൻ പറഞ്ഞതുപോലെ എങ്ങാനും ഉയർത്തെഴുന്നേറ്റാലോ എന്നുള്ളതാണ് അവരുടെ ആലോചന. കാരണം കർത്താവിനെ അവർക്ക് ഭയമായിരുന്നു. കർത്താവായ ക്രിസ്തുവിൻ്റെ ചെറിയ പ്രവൃത്തികൾ പോലും ഭയപ്പെടുത്തുന്ന ഒരു സമൂഹമാണോ, ഒരു വ്യക്തിയാണോ ഞാൻ എന്ന് ചിന്തിക്കേണ്ട സമയം കൂടിയാണ്. അല്ലെങ്കിൽ ഏത് പ്രതിലോമ ശക്തികളാണ് കർത്താവിൽ നിന്ന് എന്നെ അകറ്റി നിർത്തുന്നത്? ഉത്തരം നമ്മൾ കണ്ടുപിടിക്കണം. രണ്ടാമത്തെ ചിന്ത ഒളിച്ചോടിയ ശിഷ്യന്മാരെ കുറിച്ചാണ്. ചിലർ നഗ്നരായി ഓടി ഒളിച്ചു, വേറെ ചിലർ പുറങ്കുപ്പായി ഉപേക്ഷിച്ച് അകന്നുപോയി. ചിലരാകട്ടെ വളരെ അകലത്തിൽ ഈശോയെ അനുഗമിച്ചു. 3 പ്രാവശ്യം മുന്നറിയിപ്പ് നൽകിയിട്ടും അവൻ്റെ പീഡാസഹനത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയാതെ പോയവർ. പിറ്റേ ദിവസത്തെ പ്രഭാതം അവരെ സംബന്ധിച്ചിടത്തോളം അന്ധകാരമയമായിരുന്നു. അവർക്ക് ഇനിയും സൂര്യൻ ഉദിച്ചിട്ടില്ലായിരുന്നു. അവരുടെ മുഖം മ്ലാനവദനമായിരുന്നു. ചിലർ ഒറ്റപ്പെട്ടുപോയി. ഒരുമിച്ചുണ്ടായിരുന്നവർ ഏതോ ഒരു സങ്കേതത്തിൽ ഭയചകിതരായി കഴിയുകയായിരുന്നു. കർത്താവിൻ്റെ ഉയർപ്പെന്ന സത്യം മനസ്സിലാക്കാൻ ഇനിയും എത്ര നാൾ കാത്തിരിക്കണം? നേരെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ, ഇനിയും എപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ സൂര്യൻ ഉദിക്കുന്നത്? മൂന്നാമത്തെ ചിന്ത പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ചാണ്. അബ്രഹാം മോറിയ മലയിലേക്ക് ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കാൻ യാത്രയായതുപോലെ ഈ അമ്മ വിശ്വാസത്തിൽ യാത്രയാകുകയാണ്. തൻ്റെ മകനെയും കൊണ്ട് അവനെ ബലിയർപ്പിക്കുന്നത് അവൾ തൻ്റെ കണ്ണുകൊണ്ടും ഹൃദയം കൊണ്ടും നോക്കി നിൽക്കുകയാണ്. എല്ലാം അവൾ തൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. പിതാവായ ദൈവം നൽകിയ പാനപാത്രത്തിൻ്റെ അവസാന തുള്ളി പോലും ഈ മൗനം ഭേദിക്കാതെ മറിയം കുടിച്ചു തീർത്തു. അത് തൻ്റെ പുത്രൻ്റെ മൃതശരീരം അവളുടെ മടിയിൽ കിടത്തിയപ്പോഴും. ഒറ്റകെടുത്ത യൂദാസ് ഒരുപക്ഷെ മറിയത്തിൻ്റെ പക്കൽ വന്ന് എന്തെങ്കിലും സംസാരിച്ചിരുന്നെങ്കിൽ അവൾ പറയുമായിരുന്നു, മകനെ, നിന്നോട് എൻ്റെ പുത്രൻ ക്ഷമിക്കും. കാരണം കുരിശിൽ കിടന്ന് അവൻ പറഞ്ഞത് ശത്രുക്കളോട് ക്ഷമിക്കാനായിരുന്നു. എന്നാൽ ഒരു വാക്ക് സംസാരിക്കാൻ കൂട്ടാക്കാതെ അവൻ ഓടി മറഞ്ഞു സ്വയം തിരഞ്ഞെടുത്ത മരണത്തിലേക്ക്. കൂട്ടുപിടിക്കാം ഈ അമ്മയെ. മൗനത്തിൻ്റെ നിഴൽ വീണ ഭീതിയുടെ താഴ്വരയിലൂടെയാണ് നമ്മുടെ സഞ്ചാരമെങ്കിൽ, മൗനം കൊണ്ട് മിഴികളും മനസ്സുകളും പൂട്ടി മൗനത്തിൻ്റെ ആത്മജാനത്തിൽ മാമോദീസ മുങ്ങി ഉയർപ്പിനായി നമുക്കും കാത്തിരിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.